ഫിറോസ് പറഞ്ഞ് ഇനി നിങ്ങൾക്ക് തരികയല്ല, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരികയല്ല, നിങ്ങൾ ചെന്ന് ഉണ്ടാക്കിക്കോളാം. ഫിറോസ് വന്ന് ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയത് വരെ നിരത്ത് വന്നു. അതിൻ്റെ അഡ്മിനായ ഫിറോസ് നമ്മോടൊപ്പം ചേരുകയാണ്. ഫിറോസ് ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. കൊല്ലം സുധിയുടെ കുടുംബത്തിന് ഈ വീട് വെച്ച് നൽകേണ്ടിയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എന്താണ് അങ്ങനെ? ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഹനാനും ശ്രീകണ്ഠൻ നായരും ഹനാന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഡ്രസ്സിംഗ് രീതികളെ കുറിച്ചൊക്കെയുള്ള ചർച്ചകളാണ്. പക്ഷെ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നുമല്ല ഇന്ന് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകും മുമ്പ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം. ഇവരുടെ ഈ ഡിബേറ്റിന് ഈ വീഡിയോക്ക് താഴെ വന്ന ഒരു കമൻറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചു. അതിലൊരാൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഈ മീൻകാരി പെണ്ണിനെ സഹായിച്ചതോർത്ത് ഇന്ന് കേരളം ലജ്ജയോടെ തല കുനിക്കുന്നു എന്ന്. അപ്പോൾ ആ കമൻറ്റിന് 2000-ഓളം ലൈക്കുകൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ അതിന് റിപ്ലൈ ആയിട്ട് മറ്റൊരു കമൻറ്റും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ഇങ്ങനെയാണ് എഴുതിയത്: ഇവിടെ ഒരു ലൈക്കല്ലേ തരാൻ പറ്റുള്ളൂ, മനസ്സുകൊണ്ട് 1000 ലൈക്കെന്ന്. അപ്പോൾ ഈ സംഭവം എന്താന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. നമ്മൾ ഈ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു പൊതു സ്വഭാവം, നമ്മൾ ഒരാളെ സഹായിച്ചാൽ അവരുടെ ലൈഫ് കൺട്രോൾ ചെയ്യാനുള്ള ലൈസൻസ് നമ്മുടെ കയ്യിലാണ് എന്നുള്ള ധാരണ പൊതുവെ മലയാളികൾക്കുണ്ട്. അത് ഈ ഹനാന്റെ സംഭവത്തിൽ മാത്രമല്ല, ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് രേണു സുധി. അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. നമുക്ക് എത്ര ഗതികെട്ടാലും നമ്മൾ മാക്സിമം ആരിൽ നിന്നും സഹായം വാങ്ങിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. കാരണം എല്ലാവരും നല്ല മനസ്സോടു കൂടി നല്ല സഹായം ചെയ്യുന്നത്, പിന്നീട് അതും പറഞ്ഞ് നമ്മളെ മാക്സിമം തരം താഴ്ത്തി കാണാനും അതുവഴി നമുക്ക് എന്നും ഒരു സമാധാനക്കേടും വിഷമം മാത്രമേ കിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലേ, ഏറ്റവും വലിയ ഉദാഹരണം രേണു സുധിയെ ഈ ഫിറോസ് എന്ന് പറയുന്ന ആള്, ഫിറോസിന് ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പുണ്ട്, KHDC അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഈ ഫിറോസ് ഒരുപാട് ഈ ഹോം എന്താ പറയുക, ഈ വീട് നിർമ്മാണ മേഖലയെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആൾക്കാർ ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടി ചേർന്നിട്ട് പിരിവ് നടത്തിയിട്ടും അല്ലാതെയും, അതായത് ആ ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു ടൈൽസിൻ്റെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ രേണു സുധിക്ക് വീടെടുക്കുമ്പോൾ ടൈൽസ് വർക്ക് അവർ ചെയ്ത് കൊടുക്കാം. ഇനി ടൈൽസ് ഷോപ്പ് നടത്തുന്ന ആളാണെങ്കിൽ അവർ ടൈൽസ് കൊടുത്ത് അങ്ങനെ ഓരോ വർക്ക് ആ ഗ്രൂപ്പിൽ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് രേണു സുധിക്ക് ഒരു വീട് പണിതത്. പക്ഷേ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും ആ ഗ്രൂപ്പ് അഡ്മിനായ ഫിറോസ് ഏറ്റെടുത്ത്. അപ്പോൾ ഈ ഫിറോസിൻ്റെ കാര്യം എടുക്കാൻ തന്നെ ഫിറോസിൻ്റെ മനസ്സിലുള്ളത്, ഞാനാണ് രേണു സുധിക്ക് ഈ ഒരു വീട് നൽകിയത്, ഇനി മുൻപോട്ടുള്ള രേണു സുധിയുടെ ലൈഫിൻ്റെ കൺട്രോൾ അല്ല, അതിൻ്റെ ലൈസൻസ് എൻ്റെ കയ്യിലാണ്, ഞാൻ പറയുന്ന പോലെ ആയിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ ഫിറോസിനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അവിടെ ആ വീട്ടിന് KHDC എന്നുള്ളൊരു പേര് വെച്ചതും. ഇയാൾ നിരന്തരം മീഡിയയിൽ വന്നിട്ട് ആ വീടിൻ്റെ ടോയ്ലറ്റ് വരെ വൃത്തിയില്ല, അല്ലെങ്കിൽ സിങ്കിന് വൃത്തിയില്ല എന്നൊക്കെ എന്തിനാ ഇയാൾ പറയുന്നത്? കാരണം എന്താ, ഞാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എൻ്റെ കൺട്രോളിലായിരിക്കണം എന്നുള്ള ഒരു മനോഭാവം. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഈ സഹായിക്കുന്ന എല്ലാവർക്കും ഈ ഒരു മനോഭാവം ഇല്ല. ഒരുപാട് എത്രയോ നല്ല നന്മയുള്ള മനുഷ്യർ ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. അത് വേറെ ഒരാൾ പോലും അറിയുന്നില്ല. അത് ഈ സഹായം കൊടുക്കുന്ന ആളും സഹായം വാങ്ങിക്കുന്ന ആളും മാത്രമല്ല, അതെ മൂന്നാമതൊരാൾ അറിയാൻ ഈ കൊടുക്കുന്ന ആൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവർ പ്രത്യേകം പറയും, നിങ്ങൾ ഒരാളോട് ഞാനാണ് ഈ സഹായം ചെയ്യുന്നുള്ള കാര്യം ആരോടും പറയരുതേ എന്നുള്ള കാര്യം അവർ പ്രത്യേകം പറഞ്ഞിട്ടാണ് ഈ സഹായം തന്നെ കൊടുക്കുന്നത്. കാരണം അവർ വിശ്വസിക്കുന്നത് എനിക്കിതിൻ്റെ പ്രതിഫലം ഈശ്വരൻ തന്നോളും, അല്ലാതെ ഇത് മീഡിയയിലൊക്കെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഞാൻ ദാനം കൊടുത്ത വീട്, അവിടെ ടോയ്ലറ്റ് വൃത്തിയില്ല, അല്ലെങ്കിൽ സിങ്ക് വളരെ മോശം, അവിടെ ഒരു വൃത്തി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് അത്രക്കും മോശം. സത്യം പറഞ്ഞാൽ മനസ്സിൽ വിഷം വെച്ച് സഹായം ചെയ്തൊരവസ്ഥയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. പറയാനുള്ള കാരണം എൻ്റെ ഹസ്ബൻഡ് മാസം കിട്ടുന്നതിൽ, എല്ലാ മാസമൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ചില മാസങ്ങളിൽ, അധിക ചിലവുള്ള മാസങ്ങളിൽ നിന്നും സഹായം ചെയ്യാറില്ല. എന്നാൽ ചില മാസങ്ങളിൽ ഒരു വ്യക്തിക്ക് സഹായം ചെയ്യുന്നുണ്ട്. പക്ഷെ ഹസ്ബൻഡ് നന്മയായിട്ട് ഒരു ക്വാളിറ്റി ഞാൻ കണ്ടത്, ആ വ്യക്തിയോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സഹായം ചെയ്യുന്ന കാര്യം നിങ്ങൾ മൂന്നാമതൊരാളോട് പറയരുത്, അറിയുന്നത് ഞാൻ മാത്രമേ. കാരണം ഹസ്ബൻഡ് എനിക്ക് അയക്കുന്ന പൈസയിൽ ഞാനാണ് അവർക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്.
അല്ലാതെ വേറൊരാൾ ഇത് അറിയുന്നില്ല. സ്വീകരിക്കുന്ന ആളും ഞങ്ങളല്ലാതെ മറ്റൊരാൾ അറിയാത്തൊരു കാര്യം. അത് ആർക്കാണ് സഹായം ചെയ്യുന്നതെന്നോ അത് എല്ലാ മാസവും ഇല്ല, അധിക ചിലവുള്ള മാസങ്ങളിലും ചെയ്യാറില്ല. പക്ഷെങ്കിൽ ഈ ഹനാനായിക്കോട്ടെ, ഹനാൻ്റെ കാര്യത്തിൽ തന്നെ വരുമ്പോൾ നമ്മൾ ആ ഒരു കമൻറ്റ് മതി. കേരളം ഈ മീൻകാരിയെ സഹായിച്ചതോർത്ത് ലജ്ജിക്കുന്നു എന്നുള്ള കമൻറ്റ് ഇങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ മീൻകാരി എപ്പോൾ നമ്മളെ കൺട്രോളിലായിരിക്കണം, നമ്മൾ പറയുന്ന പോലെ ഇരിക്കണം അവരെ മുന്നോട്ട് ജീവിതം നിന്ന് ശടിക്കുന്നത്. അതെത്ര മോശമായൊരു സ്വഭാവമാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും സഹായിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇവരൊക്കെ കരുതുന്നത് ഈ സഹായം വാങ്ങിക്കുന്ന ആള്, എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് അത്രയും വലിയ കഷ്ടപ്പാടാണ്, ഞാനിങ്ങനെ ഒരു ഗതിയില്ലാതെ ഞാനൊരാളുടെ സഹായം ചോദിച്ച് അവരൊക്കെ കൂടി എന്നെ സഹായിക്കുന്ന വിചാരിക്കുക. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത് ഓസിക്ക് കിട്ടുന്നതല്ലേ, കുറച്ചിങ്ങ് പോരട്ടെ എന്നുള്ള ചിന്താഗതിയായിരിക്കില്ല എൻ്റെ മനസ്സിൽ. എൻ്റെ മനസ്സിൽ എന്താ പറയുക, അത്രക്കും എൻ്റെ ഈ ഗതികേട് ഇങ്ങനെ ആയിപ്പോയല്ലോ ഭഗവാനെ, ആർക്കും ഈ ഒരു ഗതികേട് വരുത്തറയെന്നുള്ളൊരു ചിന്താഗതിയിലായിരിക്കും ഞാൻ ആ സഹായം സ്വീകരിക്കുന്നത്. ഞാനെന്നല്ല, ആരായാലും ഇങ്ങനെ തന്നെയായിരിക്കും സ്വീകരിക്കുക. അപ്പം അതും ആ ഒരു വിഷമത്തിൻ്റെ കൂടെ ഇവർ ഈ മീഡിയാസിനൊക്കെ വിളിച്ച് ലോകത്തോട് ഇതിങ്ങനെ നിരന്തരം നമ്മുടെ പുറകെ വന്നിങ്ങനെ ശല്യം ചെയ്ത് വേട്ടയാടിക്കൊണ്ടിരിക്കുക. അതൊക്കെ എത്ര വൃത്തികെട്ടൊരു സ്വഭാവമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഒരു കാലത്ത് ആരെയും സഹായിക്കാതിരിക്കുക. അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയസിൽ ഫേസ്ബുക്കിലൊക്കെ കുറിപ്പ് തയ്യാറാക്കുക, വളരെ നിർവികാരിക അങ്ങനത്തെ എന്തോ പറയില്ല, അങ്ങനത്തെ ഒരു കുറിപ്പൊക്കെ ഇങ്ങനെ തയ്യാറാക്കി നിരന്തരം പോസ്റ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. ഞാൻ ദാനം കൊടുത്ത വീട്, ആ വീടിന് ദാനം കൊടുത്ത ആളുടെ ആ ഒരു ഇഷ്ടപ്പെട്ടൊരു പേര് വെക്കുക. കാരണം ഈ തലമുറകളായാലും ഇതിങ്ങനെ അറിയണം ഇന്നയാളാണ് ദാനം കൊടുത്തത്. അവരുടെ കൺട്രോളിലായിരിക്കണം ഇനി അവരുടെ ബാക്കിയുള്ള ജീവിതം. അവരുടെ ജീവിതത്തിലെ ലൈസൻസ് എൻ്റെ കയ്യിലാണ്. ഇതിങ്ങനെ തുടർന്നു പോകണമെന്നുള്ള ചിന്താഗതിയാണ് ഇത്തരക്കാർക്ക്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രേണുസുധിക്ക് വീട് നൽകിയ ഫിറോസ്. ഇപ്പോഴും ഈ ഒരവസ്ഥയിലും അയാൾ സഹതാപത്തിൻ്റെ പേരിൽ ഓരോ പോസ്റ്റ് ഇട്ടിട്ടും ഇവരിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക, നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഒരാൾ സഹായം ചെയ്ത് അതവിടെ അവസാനിപ്പിച്ചു, അതവിടെ കഴിഞ്ഞ്. പക്ഷെ അതങ്ങനെയല്ല, അത് മാക്സിമം എങ്ങനെ അവരെ പിന്തുടർന്ന് ഇങ്ങനെ തളർത്തിക്കളയും മനസ്സിന്. അവിടെ താമസിക്കുന്നത് ഞാനിപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, രേണുസുധി സ്വന്തമായി അധ്വാനിച്ച് ഒരു വീടെടുത്ത് അങ്ങോട്ടേക്ക് മാറി താമസിക്കണം എന്നൊരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്നാൽ പിന്നെ ഇവരുടെയൊക്കെ ഈ കുത്തുവാക്കുകൾ കേൾക്കാനോ, എൻ്റെ ഔദാര്യത്തിലാണ് കഴിഞ്ഞത്, ഞങ്ങൾ കൊടുത്ത ഔദാര്യത്തിലാണ്, അതൊക്കെ കേൾക്കുക എന്നത് തന്നെ ഏറ്റവും വലിയ വിഷമകരമായ കാര്യമാണ്. രേണുസുധിക്ക് അസുഖമൊക്കെ ഭേദമായിട്ട് എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു നിലയിലേക്ക് എത്തട്ടെ, സ്വന്തമായിട്ട് വീടും എല്ലാം സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകട്ടെ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാണ്ട് രേണുസുധീൻ്റെ സ്വഭാവം എങ്ങനെയാണ് അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവർ നമ്മൾക്ക് ആർക്കൊരു ഉപദ്രവമൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഇതിന് വേറൊരു എക്സാമ്പിള് എൻ്റെ നാട്ടിൽ തന്നെയുണ്ട്. പണ്ട് കാലത്ത് ഈ വളരെ പാവപ്പെട്ട എന്ന് വെച്ചാൽ ഈ കിടക്കാൻ ഒരു തൊണ്ട് ഭൂമി പോലും ഇല്ലാത്ത ആൾക്കാർക്ക് ഏക്കർ കണക്കിന് ഭൂമിയുള്ള ജന്മിമാർ 5 സെൻറ്റോ 10 സെൻറ്റോ വെച്ചിട്ടൊക്കെ സ്ഥലം വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കും. അങ്ങനെ എൻ്റെ നാട്ടിലും കൊടുത്തിട്ടുണ്ട്, ഒരു വ്യക്തിയും മറ്റൊരാൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവരെ തലമുറകളായിട്ട് ആ വീട്ടിൽ തന്നെയാണല്ലോ ജീവിച്ച് വരിക. അപ്പോൾ അവരുടെ മക്കൾ ഒക്കെ നല്ല നിലയിലെത്തി അവർ ആ ഭൂമിയിൽ വെച്ച ആ ഒരു കുടിൽ പോലത്തെ വീട് പൊളിച്ച് പുതുക്കി പണിയുമ്പം ഈ കൊടുത്ത ആളുടെ മക്കൾ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട്, ആരോട് ചോദിച്ചിട്ടാണ് നീ ചെയ്യുന്നത്, നിനക്ക് ആരാ ഈ ഭൂമി തന്നത്, നീ എന്തുകൊണ്ട് ഞങ്ങളോട് അനുവാദം ചോദിച്ചില്ല എന്ന് പറഞ്ഞ് പ്രശ്നമാക്കിയ ഒരു കഥയുണ്ട്. കാരണം ഈ കൊടുത്ത ആള്, ഭൂമി കൊടുത്ത ആളിലും അവരുടെ മക്കളുടെയൊക്കെ വിചാരം ഇനി ഞങ്ങളെ കൺട്രോളിലായിരിക്കണം അവർ ജീവിക്കേണ്ടത്. എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ചിട്ട് മാത്രമാക്കണം, ഞങ്ങൾ അനുവാദം കിട്ടിയിട്ട് മാത്രമാക്കണം ഇനി അവരും അവരുടെ തലമുറകളും കഴിയേണ്ടത് എന്നൊരു ചിന്താഗതിയാണ് ഈ കൊടുത്ത ആൾക്കും കൊടുത്ത ആളുടെ മക്കൾക്കും ഒക്കെ ഉള്ളൊരു മനസ്സിലിരിപ്പ്. അത് വെച്ചിട്ടാണ് അവർ വന്ന് ചോദ്യം ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ മാക്സിമം ദയവ് ചെയ്തായിരിക്കും സഹായം ചെയ്യാതിരിക്കുക. പിന്നെ മറ്റുള്ളവരുടെ, നിങ്ങൾ അത്രയും ഗതികെട്ട് നിങ്ങൾക്ക് ആരോഗ്യവും അധ്വാനിക്കാനുള്ളൊരു മനസ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് വല്ലതും ഉണ്ടാക്കുക. ആരുടെ ഔദാര്യവും ദാനവൊന്നും കൈപ്പറ്റാതിരിക്കുക. കാരണം ഭൂരിഭാഗം ആൾക്കാർക്കും ഈ ഒരു ചിന്താഗതിയാണ്, ഞാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ കൺട്രോളായിരിക്കണം ജീവിതകാലം മുഴുവനും, നിന്റെ തലമുറകളായിട്ട് ഈ ഒരു സഹായത്തിൻ്റെ കാര്യം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കണം, അതിങ്ങനെ അറിയപ്പെട്ടുകൊണ്ടേയിരിക്കണം ചിന്താഗതിയാണ് പലർക്കും. എല്ലാവർക്കും ഇല്ല, ഒരുപാട് നല്ല മനുഷ്യർ ആരും അറിയാതെ
സഹായം ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ എന്നാലും ഇതുപോലത്തെ ഈ ഫിറോസിനെ പോലത്തേക്കുള്ള മനുഷ്യന്മാരെ നിരന്തരം ഇട്ട് നമ്മളെ നാറ്റിച്ച് നമുക്കവിടെ കഴിയുന്ന ഓരോ ദിവസവും മനസ്സിനൊരു വിങ്ങലായിരിക്കും. അയ്യോ ഇതൊക്കെ കേൾക്കുമ്പോഴോ ഇങ്ങനത്തെ ദാനം കിട്ടിയെടുത്തിൽ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു വല്ലാത്തൊരു പ്രശ്നമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയോടെ എനിക്ക് പറയാനുള്ള ഈ ഒരു കാര്യമാണ്, നിങ്ങളായിരിക്കും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ലൈഫ് കൺട്രോൾ ചെയ്യാനുള്ള ലൈസൻസ് നിങ്ങൾക്ക് കിട്ടി എന്നല്ല അർത്ഥം. അത് വെച്ചിട്ട് നിങ്ങൾ ആരെയും പോയിട്ട് ഭരിക്കാതിരിക്കുക. പിന്നെ ഹനാൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം അതിൻ്റെ ഭാഗമായിട്ട് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഹനാൻ, മോശപ്പെട്ട. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തും ഇന്നെ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ധരിക്കാമെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടൊന്നുമില്ല. വ്യക്തി സ്വാതന്ത്ര്യം എന്നൊരു സംഭവം ഉണ്ട്. അത് വെച്ചിട്ടാണ് ഹനാനൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നത്. പക്ഷേ ആ വ്യക്തി സ്വാതന്ത്ര്യം പൊതുയിടങ്ങളിലും എവിടെയായാലും എങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കണ്ട എന്നതൊക്കെ അവനവൻ്റെ മാന്യതയും സംസ്കാരവും അനുസരിച്ചായിരിക്കും വരുന്നത്. ഹനാന് ഇങ്ങനെ കാണിക്കണമെന്ന ആഗ്രഹം അത് ഹനാൻ്റെ മാന്യതയും ഹനാൻ്റെ സംസ്കാരവും. അതിനെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉണ്ടോ എന്ന് വെച്ചാൽ അവകാശമുണ്ട്. നമുക്ക് ചോദ്യം ചെയ്യാനും അതിനെ വിമർശിക്കാനുള്ള അവകാശം നമ്മൾക്കുണ്ട്. നമ്മൾ അതിനനുസരിച്ച് വിമർശിക്കുന്നു. പക്ഷേങ്കിൽ വിമർശിക്കുന്നവരെക്കാൾ കൂടുതൽ അത് കണ്ട് ആസ്വദിക്കാനാണ് ആൾക്കാരുള്ളത്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇത്രയും ഇട്ട് നടക്കുന്നതിൻ്റെ മെയിൻ കാരണം. ഇപ്പോൾ തുറന്ന് വിമർശിക്കുന്നുണ്ടെങ്കിലും ആരും കാണാതെ മനസ്സുകൊണ്ട് അതൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരാണ് കൂടുതലുമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടും ഇതിനൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാകാനും പോകുന്നില്ല. ഭരണഘടന എഴുതുന്ന സമയത്ത് പോലും ഇങ്ങനൊരു സംഭവം നാളെ ഇതൊക്കെ തുറന്നിട്ട് കാണിക്കുന്നുള്ളതെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കാണിക്കാത്ത ആ ഒരു കാലഘട്ടത്തിലാണ് ഇതൊക്കെ എഴുതിയും വെച്ചത്. അപ്പോൾ എനിക്ക് പറയാം, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.